നമസ്കാരം. ഇന്ന് ഞാൻ സേറ ആർട്സിന് വേണ്ടി വരയ്ക്കുന്നത് ഒരു കൃഷി ചെയ്യുന്ന പാടവും അവിടെ കുറേ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമാണ്. ഞാൻ ഈ പടം വരയ്ക്കാനായിട്ട് A4 സൈസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കേണ്ട പിക്ചറിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കുന്നു. ഞാനിതിൽ വാട്ടർ കളർ, അക്രിലിക് കളർ, കളർ പെൻസിൽ അങ്ങനെ പലതും കളറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷിയും കൃഷിക്കാരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ജീവശ്വാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ പ്രാണവായു പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അരി. ലോകത്തിൽ ആഡംബരമായും സാംസ്കാരികപരമായും വിവിധ നിലകളിൽ ജീവിക്കുന്ന ഉന്നതരും സാധാരണക്കാരുമായിട്ടൊക്കെ ഉള്ളവരെല്ലാം സകല മനുഷ്യരും വിശപ്പിന് കഴിക്കുന്ന ഒരു വസ്തുവാണ് ചോറും ഈ അരി കൊണ്ടുണ്ടാക്കുന്ന വിവിധ ആഹാര വസ്തുക്കളും. എന്നാൽ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. നമ്മൾ ആഹാരം ഉരുട്ടി വിഴുങ്ങുമ്പോഴും ഉന്നത നിലകളിൽപ്പെട്ട രാഷ്ട്രീയക്കാരും സിനിമ ആക്ടേഴ്സും ഡോക്ടർമാരും എൻജിനീയർമാരും എന്നു വേണ്ട വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നവരൊക്കെയും നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഹാര വസ്തുവാണ് ഈ റൈസ്. ഇതിന് പുറകിൽ പണിയെടുക്കാൻ കുറേ ആൾക്കാരില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ എല്ലാം നില കഷ്ടത്തിലായേനെ. എന്നാൽ സത്യത്തിൽ നമ്മൾ നെൽകൃഷിക്കാർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ, തിന്നു കുടിച്ച് മതിച്ച് ജീവിക്കുമ്പോഴും ഇതിനു വേണ്ടി പാടത്ത് കഷ്ടപ്പെട്ടിരുന്ന കുറേ കൃഷിക്കാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? സത്യത്തിൽ ലോക ജനതയെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യഘടകമായ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെയാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഭക്ഷ്യ സുരക്ഷയ്ക്കും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക രീതികൾക്കും അരിയും നെല്ലും നിർണായകമാണ്. നെല്ല് വിത്ത് പാകിയ ശേഷം അരിയായി മാറുന്ന അസംസ്കൃത ധാന്യമാണ് നെല്ല്. ഈ നെല്ല് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രാഥമിക ഊർജ സ്രോതസ്സ് നൽകുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ജനതയ്ക്ക് ഭക്ഷ്യ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമുള്ള പ്രധാന ഭക്ഷണമാണ് അരി. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 3/4 ലോകമെമ്പാടുമുള്ള 2.7 ബില്യണിലധികം ആളുകൾ പ്രധാന ഭക്ഷണമായിട്ട് അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ അരി, അതായത് നെല്ല് എന്ന് പറയുന്നത് ഭക്ഷ്യ വ്യവസ്ഥയുടെ ഒരു മൂലക്കല്ല് തന്നെയാണ്. ഇന്ന് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുത്ത് സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതുമായ ഒരു കൃഷിയാണ് നെൽകൃഷിയും അത് ചെയ്യുന്ന കൃഷിക്കാരും. നമ്മളൊന്ന് ഓർത്ത് നോക്ക്, ഇന്ന് ലോകത്തിൽ ആരും കൃഷി ചെയ്യുന്നില്ല. എല്ലാവരും ഡോക്ടർമാരും എൻജിനീയർമാരും നേഴ്സ്, വൈറ്റ് കോളർ ജോലിക്കാരുമൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ നിന്നെടുത്താണ് ഉണ്ണുന്നത്? അപ്പോൾ പറയാനുള്ള ഒരു ലളിതമായ മാർഗ്ഗമാണ്, ഞങ്ങൾ കാശ് കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കും. കാശ് പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ മാർക്കറ്റിൽ ഈ സാധനം ഉണ്ടായിരിക്കണം. മാർക്കറ്റിൽ ഈ സാധനം ഉണ്ടാകണമെങ്കിൽ ഒരു ഭാഗത്ത് കൃഷിക്കാരിത് കൃഷി ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി, ഇവിടുത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യിക്കേണ്ട ഒരു കൃഷിയാണ് നെൽകൃഷിയും അതുപോലെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കർഷക തൊഴിലാളികളും കൃഷിക്കാരും. ലോകവ്യാപകമായി വലിയൊരു പട്ടിണിയാണ് ഇനിയും ഭാവിയിൽ ഈ ഭൂമിക്ക് നേരിടാൻ പോകുന്ന പ്രധാന വസ്തുത. കൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാരില്ല. എല്ലാവരും ഉയർന്ന ജോലിയും ഉന്നത ജീവിത നിലവാരവും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് കൃഷിയിടങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകരെ ആരും ഓർക്കാറില്ല.
അവർക്ക് വേണ്ടി വേണ്ട ആനുകൂല്യങ്ങൾ ആരും കൊടുക്കാറുമില്ല. ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഉന്നതമായ ജീവിത നിലവാരങ്ങൾക്ക് വേണ്ടിയും കൃഷിയിടങ്ങളെല്ലാം നികത്തി മാറ്റുകയാണ്. അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? കുറേ കോൺക്രീറ്റ് കാടുകൾ, കോൺക്രീറ്റ് കൂടാരങ്ങൾ. ഇന്ന് ലോകവ്യാപകമായി ഒന്നാമത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൃഷി ചെയ്യേണ്ട ഒരു വിളയാണ് നെല്ല്. അത് പ്രാണവായു പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് ഭക്ഷ്യവിളയായ ഗോതമ്പ്. മൂന്നാമത് ചോളം, ബാർലി പോലൊക്കെ അത്ര പ്രാധാന്യമർഹിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ. അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ മാനവരാശിയെ പട്ടിണി കിടക്കാതെ സംരക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. നെല്ലരി മനുഷ്യൻ്റെ ഒരു പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിനാവശ്യമായ ഊർജം നൽകുന്നതിനായി ഗ്ലൂക്കോസായി വിഘടിപ്പിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളുടെ ഒരു സമ്പന്ന ഉറവിടമാണ് നെല്ല് അഥവാ റൈസ്. സാധാരണക്കാരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും, സാധാരണക്കാരുടെ മാത്രമല്ല ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണക്കാരൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉപജീവന മാർഗത്തിനും ഉള്ള ഒരു പ്രധാന കാർഷിക വിളയാണ് നെല്ലും നെൽകൃഷിയും. ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ കുടുംബങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നെൽകൃഷി ഉപജീവന മാർഗം നൽകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണല്ലോ നെല്ല്. പൊതുവിതരണ സംവിധാനത്തിനായി സർക്കാർ ഇത് സംഭരിക്കുകയും വിദേശ വിനിമയം നേടുന്നതിനായി പ്രീമിയം ഇനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. നാണ്യവിളകൾക്ക് സപ്പോർട്ട് നൽകുന്നതോടൊപ്പം അതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ വിശപ്പിനെ മാറ്റുന്ന ആഹാരവസ്തുവിൻ്റെ പ്രധാന ഉറവിടമായ നെൽകൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും. ഇന്ന് നെൽവയലുകളെല്ലാം നികത്തി. ധനവും സാമൂഹിക പിടിപാടുമുള്ളവർ വയലുകളുടെ വാലും തലയും ഇടയും നികത്തി, ചാലും തോടും നികത്തി വീടും സവിധങ്ങളും പണിതു. സാധാരണക്കാരൻ്റെ കൃഷിയിടം ചെറിയ തുണ്ട് ഭൂമിയായി അവശേഷിച്ചു. പാതിരാത്രിയിൽ പരിചയമില്ലാത്ത വഴിയിൽ ബസ്സിൽ നിന്നും ഇറക്കിവിട്ട ഒരു യാത്രക്കാരൻ്റെ അവസ്ഥയായി ആ തുണ്ട് ഭൂമിയുള്ള കർഷകർക്ക്. അവിടെ ഇനിയും കൃഷി പറ്റില്ല. നികത്തിയവൻ്റെ വീട്ടിലെ വെള്ളവും ചളിയും കന്നുകാലികളുടെ തീറ്റയിടവും പാമ്പിൻ്റെയും പുളവൻ്റെയും വിഹാരസ്ഥലവും രാത്രിയുടെ മറവ് പറ്റി വേസ്റ്റ് കൊണ്ട് തള്ളിയിടുന്ന ഇടവുമായി മാറി. അതും നികത്തുക മാത്രമേ ഉള്ളൂ ഒരു ഗതി. സാമ്പത്തിക ബുദ്ധിമുട്ടായതിനാൽ നികത്തിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സാധാരണക്കാരന് നികത്താനും സാധിക്കാതെ പോയി. എന്നാൽ എവിടുന്നെങ്കിലും കടവും ഇടവും മേടിച്ച് അത് നികത്തിയെടുക്കാമെന്ന് വെച്ചാൽ അവിടെ പിന്നെ കൊടിയും ഇംഗിലാവുമായി. അത് അങ്ങനെ ഒരു കുഴിയായി കിടക്കണം. കാശുകാരൻ്റെ വീട്ടുമാലിന്യം ഒലിച്ചിറങ്ങാനുള്ള ഒരു ഇടമായിട്ട് അത് തുടരണം എന്നാണ് ഈ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് തിരിച്ച് കൃഷിയിടമാക്കി മാറ്റണമെങ്കിൽ പഴയ പാടശേഖരം മുഴുവൻ അവിടെ തിരികെ വന്നിരിക്കണം. അതിനി അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ആദ്യം നികത്തി വീട് വെച്ചവനെയെല്ലാം ഒഴിപ്പിക്കണം. നികത്തിയ സ്ഥലങ്ങളെല്ലാം പാടമാക്കണം, അതായത് കൃഷിഭൂമിയാക്കണം. തോടും വരമ്പും കനാലുമൊക്കെ പുനഃസ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ ബാക്കി കൃഷിഭൂമി അവശേഷിക്കുന്ന കൃഷിക്കാരന് പ്രയോജനമാകൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ആ തുണ്ട് ഭൂമിയും നികത്താൻ അനുവദിക്കണം. അതുപോലെ തന്നെ വിശാലമായി കിടക്കുന്ന പാടശേഖരങ്ങളും കൃഷി സ്ഥലങ്ങളും കൃഷി ചെയ്യാനായിട്ട് കർഷകരെ പ്രേരിപ്പിക്കണം. അങ്ങനെയുള്ള പാടശേഖരങ്ങൾ നികത്തുന്നതാണ് ഗവൺമെൻറ് ഇനിയും തടയേണ്ടത്. പണ്ട് കൃഷി ചെയ്തിരുന്ന ബാക്കി വരുന്ന കുഴികൾ നികത്തുന്നതിനല്ല ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ എടുക്കേണ്ടത്. നേരെ മറിച്ച് ഇന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നിലങ്ങളുടെ
അരികുകളും കോണുകളുമൊക്കെ നികത്തുന്നതാണ് ശക്തമായിട്ട് നിയമം മൂലം തടയേണ്ടത്. അല്ലാതെ ഒരു പ്രയോജനവുമില്ലാത്ത, കൃഷി ചെയ്യാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ മാലിന്യവും ജലവും വന്ന് കുമിഞ്ഞുകൂടുന്ന ഇടമായിട്ടുള്ള പ്രദേശങ്ങൾ നികത്താനായിട്ട് ഗവൺമെൻറ് അനുവദിക്കണം. അല്ലാതെ അത് നികത്താതിരുന്നാൽ പൊതുവായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് അത് ഇടയാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യത്തിനുള്ള ഊർജ്ജ സ്രോതസ്സാണ് അരി. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നതിനായി ഗ്ലൂക്കോസായി വിഘടിപ്പിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളുടെ സമ്പന്നമായ ഒരു ഉറവിടമാണ് ഈ അരി. മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമൂല്യം നൽകുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അരി. അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കളും വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ഇത് നൽകുന്നു. പ്രത്യേകിച്ച് തവിട് അരി കഴിക്കുന്നത് നമുക്ക് കൂടുതൽ പ്രയോജനം നൽകുന്നു. വിറ്റാമിനുകളായാലും ഇങ്ങനെയൊക്കെയുള്ള നാരുകൾ ഒക്കെ മനുഷ്യന് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. അതുപോലെ നെൽവയലുകൾ നികത്തിയത് മൂലം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മഴക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം. പണ്ടൊക്കെ സിറ്റിയിലായാലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തായാലും പറമ്പിലായാലുമൊക്കെ 2, 3, 4 ദിവസമൊക്കെ മഴ പെയ്താൽ പോലും 2-3 മണിക്കൂർ കൊണ്ട് ഈ വെള്ളം മുഴുവനും ഒലിച്ച് മാറും, അല്ലെങ്കിൽ തോർന്നിരിക്കും. അങ്ങനെ പെയ്യുന്ന മഴയെല്ലാം, ആ വെള്ളമെല്ലാം ഒലിച്ച് നെൽവയലുകളിലെത്തും. അവിടെ നിന്നും ചാലുകളിലൂടെ തോടുകളിലെത്തി, തോടുകളിലൂടെ ആറ്റിലേക്കെത്തി, അവിടെ നിന്നും കടലിൽ ചെന്ന് ചേരുന്നു. ഇന്ന് 1 മണിക്കൂർ മഴ പെയ്താൽ തന്നെ വലിയ സിറ്റികളൊക്കെ വെള്ളം കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മൾ നികത്തിക്കഴിഞ്ഞ നെൽവയലുകളും നീർച്ചാലുകളും തോടുകളുമൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് നെൽപ്പാടങ്ങൾക്ക് അധികമായിട്ടുണ്ടാകുന്ന ജലത്തെ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നെൽപ്പാടം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ആവാസ ഘടകമാണ്. ഭൂഗർഭ ജലസംരക്ഷണം പുനഃസ്ഥാപിക്കുന്നതിനും ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ നെൽവയലുകൾ സഹായിക്കുന്നു. ഈ നെൽവയലുകൾ ജൈവ വൈവിധ്യ സംഭരണികളായി പ്രവർത്തിക്കുകയും മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും തടയുകയും ചെയ്യുന്നു. അതുപോലെ പല സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും അരി ആഴത്തിൽ വേരൂന്നിയതാണ്. മതപരമായ ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ഈ നെല്ല് ഉപയോഗിക്കാറുണ്ട്. കാരണം മനുഷ്യൻ്റെ ഉപജീവനവും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന കാർഷിക വിളയാണ് നെല്ല്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളിൽ നെല്ലിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. പല സംസ്കാരങ്ങളിലും അരി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. വിവാഹം പോലുള്ള ആചാരങ്ങളിൽ അതിൻ്റെ ഉപയോഗം ആത്മീയ വിശുദ്ധിയെയും ജീവിതത്തിൻ്റെ തുടർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ നെൽകൃഷിക്കും നെൽവയലുകൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പുല്ലുവർഗത്തിൽപ്പെട്ട ഇത്രയും പ്രാധാന്യമുള്ള ഒരു സസ്യം, അതായത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭക്ഷ്യവസ്തു വേറെ ഇല്ല എന്ന് വേണം പറയാൻ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ നെല്ലും നെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അരിയും. ഒരു കാലത്ത് കേരളം നെല്ലുൽപ്പാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിച്ചിരുന്നു. ഇന്ന് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. കാശുള്ളവർക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ അരി കിട്ടുമെന്ന് ആശ്വസിക്കാം. എന്നാൽ കാശ് കൊടുത്താലും അരി കിട്ടില്ല എന്ന സ്ഥിതി വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ന് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ അരി വന്നില്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സർക്കാരും പൊതുജനങ്ങളും എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രഥമപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളുടെ കാർഷിക മേഖലയെ, പ്രത്യേകിച്ച് നെൽകർഷകരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക. നെല്ല് പാകമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിനെ ശരിയായിട്ടുള്ള മാർക്കറ്റിംഗ്, അത് അവർക്ക് വിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ഗവൺമെൻറ് തലത്തിൽ നിന്നും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. കർഷകർ നെൽകൃഷി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു ക്ഷാമം, മനുഷ്യന് ആഹാരം കഴിക്കാനില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകും. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കേണ്ട, ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നെൽ കർഷകരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുക, കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ള വിഷയങ്ങൾ. ഞാൻ വരയ്ക്കുന്ന ഈ ചിത്രം വെറും ഒരു ചിത്രമെന്നതിലുപരി സാമൂഹിക പ്രാധാന്യമുള്ള ഒരു പ്രധാന വസ്തുതയായിട്ട് ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള വിദ്യാസമ്പന്നരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, കൊച്ചു കുട്ടികളായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് നെൽകർഷകരുടെ പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥകളും. നെല്ലിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ആഹാര വസ്തുവാണ്. നാളത്തെ നമ്മുടെ തലമുറയുടെ പട്ടിണി മാറ്റുന്ന, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഓരോ ദിവസവും തീറ്റിപ്പോറ്റുന്ന പ്രധാന ഉറവിടങ്ങളിലൊന്നാണ് ഈ നെൽകൃഷിയും നെല്ലും. കർഷകർക്കും അതുപോലെ തന്നെ ഈ വിള കൃഷി ചെയ്യുന്ന സകലർക്കും എല്ലാ നന്മയും ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ ഭഗവാൻ നൽകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചിത്രം ഞാനിവിടെ സമർപ്പിക്കുക.